Hello and welcome to yet another video from Exclusive Reviews. So, എൻ്റെ ചാനൽ 50 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു Arduinoയുടെ IDE എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതിനെ പറ്റി. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ബേസിക് പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്ത് Arduino IDE ഓപ്പൺ ചെയ്യുക. Arduino IDE ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ ന്യൂ കൊടുക്കുക. ഫയൽ ന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ വരുന്ന വിൻഡോ ആയിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഒരു Arduino പ്രോഗ്രാമിന് മെയിൻലി രണ്ട് ഹെഡിങ്സ് ആണുള്ളത്. ഒന്ന് സെറ്റപ്പും ഒന്ന് ലൂപ്പും. സെറ്റപ്പ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിൻ്റെ സെറ്റപ്പ് കോഡാണ് നമ്മൾ അവിടെ ഇരുന്നത്, പിൻ മോഡും കാര്യങ്ങളും എന്താണ് പ്രോഗ്രാം ചെയ്യേണ്ടതെന്നും ലൂപ്പിനുള്ളിൽ എന്തൊക്കെയാണ് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്യാനുള്ള അതെല്ലാം ലൂപ്പിനുള്ളിലായിരിക്കും ഇടുന്നത്. സോ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് എന്തുവാ, ഒരു ബ്ലിങ്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അതെടുക്കുന്ന ഫയൽ ബിൽറ്റ് ഇൻ എക്സാമ്പിൾസിലുള്ള ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഫയൽ എക്സാമ്പിൾസ് ബേസിക് ബ്ലിങ്ക്. ഇതാണ് ബ്ലിങ്കിങ്ങിൻ്റെ പ്രോഗ്രാം. ഇതൊരു ബിൽറ്റ് ഇൻ എക്സാമ്പിൾ ആണ്. എല്ലാവരുടെ സിസ്റ്റത്തിലും ഇതുണ്ടാകുന്നതായിരിക്കും. Arduino IDE ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബിൽറ്റ് ഇൻ ആയിട്ട് വരും. ഇതെന്തുവാ ചെയ്യുന്നത്, ഒരു LED ഒരു സെക്കൻഡത്തേക്ക് ഓണാക്കി വയ്ക്കും, അടുത്തൊരു സെക്കൻഡത്തേക്ക് ഓഫാക്കി വയ്ക്കും. ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. Arduino പവേർഡ് ആയിരിക്കുന്നത്രത്തോളം റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ സെറ്റപ്പിനുള്ളിൽ എന്തുവാ, പിൻ മോഡ് എന്ന് പറഞ്ഞാൽ കീവേഡ് യൂസ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പിന്നാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് പ്രോഗ്രാമിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. LED ബിൽറ്റ് ഇൻ എന്ന് പറഞ്ഞൊരു പിൻ എന്തുവാ, ആ പിൻ നമ്പർ 13 ആണ്. അതിനകത്ത് എന്തുവാ, ബിൽറ്റ് ഇൻ ആയിട്ടൊരു LED Arduino ബോർഡിനകത്ത് വരുന്നുണ്ട്. ലൂപ്പിനുള്ളിൽ ഡിജിറ്റൽ റൈറ്റ് ഉപയോഗിക്കുന്ന എന്തുവാ, പിന്നിൻ്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാനാണ്. ഹൈ എന്ന് വെച്ചാൽ LED ഓൺ ആവും, ലോ എന്ന് വെച്ചാൽ LED ഓഫ് ആവും. ഡിലേ കൊടുക്കുന്നത് ടൈമിംഗ് ആണ്. ഒരു സെക്കൻഡ് ആകുമ്പോൾ 1000 മില്ലി സെക്കൻഡ്, അതാണ് 1000 എന്ന് കൊടുത്തേക്കുന്നത്. ഒരു സെക്കൻഡത്തേക്ക് ഓഫായിരിക്കും, ഒരു സെക്കൻഡത്തേക്ക് ഓൺ ആയിരിക്കും. ഇതാണ് പ്രോഗ്രാമിൻ്റെ ലൂപ്പ്. ഈ കാണുന്നതിൻ്റെ ഹോം ഓട്ടോമേഷനാണ്. സ്മാർട്ട് ഫോൺ വെച്ച് റൂമിലെ ലൈറ്റും ഫാനും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സാധനം. ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന ബോർഡാണ് Arduino Uno. ഇതിൻ്റെ മുകളിലിരിക്കുന്നത് അതിൻ്റെ ഇതർനെറ്റ് ഷീൽഡാണ്, ഹോം നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. ബാക്കിലിരിക്കുന്ന Arduino Uno ആണ്. അതിലേക്ക് നമുക്ക് സിസ്റ്റമായി കണക്ട് ചെയ്യാൻ വേണ്ടി USB പോർട്ടുണ്ട്. USB കേബിൾ പ്ലഗ് ഇൻ ചെയ്യാം. പ്രോഗ്രാം ചെയ്യുന്നത് USB പോർട്ട് വഴിയാണ്. USB കേബിൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം Arduinoയെ റെക്കഗ്നൈസ് ആകും. IDE ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ USB കേബിൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞ ശേഷം സിസ്റ്റമിലും USB കേബിൾ പ്ലഗ് ഇൻ ചെയ്യുക. Arduino പ്രോഗ്രാം ചെയ്യാനായിട്ട് റെഡിയാണ്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ബോർഡ്, നിങ്ങൾ ഏത് ബോർഡാണോ യൂസ് ചെയ്യുന്നത് ആ ബോർഡുമായിരിക്കണം. കോം പോർട്ടിനകത്ത് ഏത് പോർട്ടിലാണോ Arduino കണക്റ്റ് ആകുന്നത് ആ പോർട്ടും സെലക്ട് ചെയ്യുക. പ്രോഗ്രാം എന്നിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. ഇത് എക്സാമ്പിൾ പ്രോഗ്രാം ആയതുകൊണ്ട് എററൊന്നും ഉണ്ടാവില്ല. എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ എററൊന്നുമില്ല. എന്നിട്ട് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് പിൻ നമ്പർ 13 നമുക്കൊരു എക്സ്റ്റേണൽ LED കൊടുക്കാം. LEDയുടെ പോസിറ്റീവ് പിൻ നമ്പർ 13ലും നെഗറ്റീവ് ഗ്രൗണ്ട് ടെർമിനലും Arduinoയുടേത് കൊടുക്കുക. ഇതൊരു എക്സ്റ്റേണൽ LED ആണ്. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുക. പ്രോഗ്രാം അപ്ലോഡായി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. കണ്ടോ, LED ഒരു സെക്കൻഡത്തേക്ക് ഓൺ ആകുന്നു, ഒരു സെക്കൻഡത്തേക്ക് ഓഫ് ആകുന്നു. ഇത് സിമ്പിൾ ബേസിക് എക്സാമ്പിൾ പ്രോഗ്രാമാണ്. Arduinoയുടെ ബിൽറ്റ് ഇൻ ലൈബ്രറിയിൽ ഉള്ള എക്സാമ്പിൾ. ഇതിൽ നമുക്ക് ഡിലേ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഡിലേ എന്ന് പറയുമ്പോൾ ഇത് ഓഫ് ആകുന്നതും ഓൺ ആകുന്നതും ടൈമാണ് ഡിലേ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ഡിലേ നമുക്കിനി 100 മില്ലി സെക്കൻഡ്സ് ആക്കി നോക്കാം. ഇപ്പോൾ LED ബ്ലിങ്ക് ആവുന്ന സ്പീഡ് ഇൻക്രീസ് ആവും. നേരത്തെ 1 സെക്കൻഡ് ആയിരുന്നു, ഇപ്പോൾ 100 മില്ലി സെക്കൻഡിൽ LED ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ബോർഡിലും ഒരു LED ബിൽറ്റ് ഇൻ ആയിട്ടുള്ള 13 നമ്പർ പിന്നിലുള്ള LED ബ്ലിങ്ക് ആവുന്നത് കാണാം. ഇതിനകത്ത് ആ കാണിച്ചേക്കുന്ന ഡിലേയുടെ വാല്യൂ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് LED ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുന്ന ടൈമിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 60 മില്ലി സെക്കൻഡ്സിലേക്ക് മാറ്റി നോക്കാം. ഡിലേ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് LED ബ്ലിങ്കിങ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. വാല്യൂ കുറയുന്നതിനനുസരിച്ച് ബ്ലിങ്കിങ് സ്പീഡ് കൂടും.
കോഡ് അപ്ലോഡായി കഴിഞ്ഞു. 60 മില്ലി സെക്കൻഡ്സ് ആയപ്പോൾ ബ്ലിങ്കിങ്ങിൻ്റെ സ്പീഡ് കൂടിയിരിക്കുന്നു. ഇതാണ് ഓർഡിനോയുടെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസിലുള്ള ബ്ലിങ്ക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? പിൻ മോഡിന് എന്താണെന്ന് മനസ്സിലായി, വോയിഡ് സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലായി, ലൂപ്പിനെ പറ്റി പഠിച്ചു, ഡിജിറ്റൽ റൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി, ഡിലേ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓർഡിനോ പ്രോഗ്രാമിങ്ങിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് വീഡിയോ ആവശ്യമുള്ളവർ കമൻറ്റിൽ സ്പെസിഫൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് എക്സ്ക്ലൂസീവ് റിവ്യൂസ്.